കറുത്ത ടീഷർട്ടുകൾ ധരിച്ച ഭീകരരെ കൂലിക്കെടുത്ത് ഖമനയുടെ കൊടും ക്രൂരത. എന്നാൽ ഖമനയുടെ നാട്ടിലെ സൈനികർ അവർ ഖമനയോളം ക്രൂരന്മാരല്ല. സ്വന്തം ജനതയെ കൊന്നെടുക്കാൻ ആവശ്യപ്പെട്ട ഖമനയോട് മടിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ ആ സൈനികർ അവർ മനുഷ്യത്വമുള്ളവർ തന്നെ. എന്നാൽ സൈനികർ അതിന് തുനിയാതെ വന്നപ്പോൾ ഖമനയെ വെറുതെ ഇരുന്നില്ല. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ഖമേനി വിദേശത്തു നിന്നും കൂലിപ്പടയിറക്കി. ഹിസ്ബുള്ള, ഹഷ്മൽ ഷാബി തുടങ്ങിയ അറബി സംസാരിക്കുന്ന ഷിയ സായുധ സംഘങ്ങൾ തീർത്ഥാടകർ എന്ന ഭാവത്തിൽ ഇറാനിലേക്ക് കടന്നതായി ഇറാഖി അതിർത്തി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. ഇറാനിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സേനയെ സഹായിക്കുന്നതിനായി ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി മിലിഷ്യകൾ 4 ദിവസം മുൻപ് പോരാളികളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നുവെന്ന് ജനുവരി 7 ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോഴേക്കും ഏകദേശം 800 ഇറാഖി ഷിയ മിലിഷ്യകളെ ഇറാനിൽ വിന്യസിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. കത്തൈബ് ഹിസ്ബുള്ള, ഹറകത്ത് അൽ നുജാബ, സയ്യിദ് അൽ ഷുഹാദ, ബദർ തുടങ്ങിയ സംഘടനകളുമായി ഈ മിലിഷ്യ അംഗങ്ങൾ ബന്ധപ്പെട്ടിരുന്നു എന്നും ടെഹ്റാനെ സഹായിക്കാനുള്ള ഈ സമാഹരണത്തെക്കുറിച്ച് ഇറാഖി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ഇറാനിലെ 31 പ്രവിശ്യകളിലും പടർന്നിരിക്കുകയാണ് പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2600 കടന്നിരിക്കുകയാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണലിന്റെ കണക്ക് അനുസരിച്ച് മരണസംഖ്യ 12,000 വരെയാകാം. പ്രക്ഷോഭകരെ വെടിവെക്കാൻ വിസമ്മതിച്ച ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭരണകൂടം തടവിലാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പകരമായാണ് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും അറബി സംസാരിക്കുന്ന സായുധ സംഘങ്ങളെ ഖമേനി ഇറാനിലെ തെരുവുകളിൽ വിന്യസിച്ചിരിക്കുന്നത്. തീർത്ഥാടക വേഷത്തിലാണ് ഭീകരർ എത്തിയത്. ഇവർ ഇറാൻ ഇറാഖ് അതിർത്തിയായ ഷലൻജെ വഴി ജനുവരി 11 വരെ 60ഓളം ബസ്സുകൾ ഇറാനിലേക്ക് കടന്നതായി അതിർത്തി ഉദ്യോഗസ്ഥനായ അലി ഡി വെളിപ്പെടുത്തി. സാധാരണ തീർത്ഥാടക ബസ്സുകളിൽ കുടുംബങ്ങളും വയോധികരും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ബസ്സുകളിൽ കണ്ടത് ഒരുപോലെയുള്ള കറുത്ത ടീഷർട്ടുകൾ ധരിച്ച യുവാക്കൾ മാത്രമായിരുന്നു. മഷാദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന വ്യാജേന എത്തിയ ഇവർ അഹ്വാസിലെ സൈനിക താവളങ്ങളിൽ തങ്ങുകയാണ്. ഇവിടെ നിന്ന് അവരെ വിവിധ പ്രവിശ്യകളിലേക്ക് ആവശ്യാനുസരണം വിന്യസിക്കുന്നു. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ എത്തുന്ന ഇവർക്ക് പ്രതിമാസം $600 ഖമനി പ്രതിഫലമായി നൽകുന്നത്. ഹഷ്മൽ ഷാബിയും ഹിസ്ബുള്ളയും തെരുവിൽ ഇറാനിലെ ദസ്ഫുൽ നഗരം ഹഷ്മൽ ഷാബി ഭീകരരുടെ വളയത്തിലാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. പേർഷ്യൻ ഭാഷ അറിയാത്ത അറബി മാത്രം സംസാരിക്കുന്ന ഈ ഭീകരർ പ്രക്ഷോഭകർക്ക് നേരെ യാതൊരു ദയവുമില്ലാതെ വെടിയുതിർക്കുന്നു. വീടുകളുടെ മുകളിൽ നിലയുറപ്പിച്ച സ്നൈപ്പർമാർ പ്രായഭേദമന്യേ ആളുകളെ കൊന്നൊടുക്കുകയാണ് എന്നാണ് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രക്ഷോഭകരെ കൊന്നൊടുക്കാൻ വിസമ്മതിക്കുന്ന ഇറാനിയൻ സൈനികരെ ഭരണകൂടം അറസ്റ്റ് ചെയ്യുന്നതായും കുർദിഷ് മനുഷ്യാവകാശ സംഘടനയായ ഹെങ്കാവ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചു. ഇതിനെ മറികടക്കാൻ ജനങ്ങൾ ഉപയോഗിച്ച സ്റ്റാർലിങ്ക് സംവിധാനങ്ങൾ റഷ്യൻ ചൈനീസ് നിർമ്മിത ജാമറുകൾ ഉപയോഗിച്ച് ഭരണകൂടം തകർക്കുകയാണെന്നാണ് വിവരങ്ങൾ. വീടുകൾക്കുള്ളിൽ കയറി സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും ഉപയോക്താക്കളെ ശിക്ഷിക്കാനും മിലിഷ്യകളെ നിയോഗിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇറാനിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നു. സ്വന്തം ജനതയെ കൊന്നൊടുക്കാൻ വിദേശ ഭീകരരെ ഉപയോഗിക്കുന്നത് ഖമേനി ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. ഇറാനിയൻ ജനതയെ സഹായിക്കാൻ അമേരിക്കൻ സൈന്യം ഏത് സമയത്തും തയ്യാറാണെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ വിദേശ തോക്കുധാരികളെ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഖമേനി ഭരണകൂടത്തിന്റെ ജനകീയ അടിത്തറ പൂർണ്ണമായും തകർന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പേർഷ്യൻ മണ്ണിൽ അറബി സംസാരിക്കുന്ന കൂലിപ്പടയാളികൾ നടത്തുന്ന വേട്ടയാടൽ അത് ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാധ്യതയാണ് തുറക്കുന്നത്. ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംഘടിത റിക്രൂട്ട്മെന്റിലൂടെയും പ്രതിമാസ പണമടയ്ക്കലിലൂടെയും ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിൽ അറബി സംസാരിക്കുന്ന ഇറാഖി പോരാളികൾ ചേർന്നു എന്നാണ്. ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് പ്രതിമാസം $600 റിക്രൂട്ട് ചെയ്യപ്പെട്ട 37 വയസ്സുള്ള ഇറാഖി മുഹമ്മദ് ഇയാദിന്റെ കേസ് റിപ്പോർട്ട് ചെയ്തു. 3 വർഷത്തിലേറെ അദ്ദേഹം തൊഴിൽ രഹിതനാണെന്നും ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം പ്രതിരോധിക്കാൻ ഒരു വാഗ്ദാനവുമായി ജനുവരി 5 ഒരു സുഹൃത്ത് അദ്ദേഹത്തെ സമീപിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു. കുടുംബത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച അടുത്ത ദിവസം അദ്ദേഹം ഷാലംചെ ക്രോസിംഗ് വഴി ഇറാനിയൻ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചു. ജനുവരി 8 ഇറാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അദ്ദേഹവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് കുടുംബം പറയുന്നത്. ഷാലംചെ ക്രോസിംഗിൽ പ്രവർത്തിക്കുന്ന ഇറാഖി ആഭ്യന്തര മന്ത്രാലയ ജീവനക്കാരനായ അലിദിയുടെ ദൃക്സാക്ഷി വിവരണം പ്രകാരം ജനുവരി 11 50ഓളം യാത്രക്കാരുമായി 60ലധികം ബസ്സുകളാണ് ഇറാനിലേക്ക് ചെന്നത്. തീർത്ഥാടന യാത്രകളിൽ സാധാരണ കുടുംബങ്ങൾ, യുവാക്കൾ, പ്രായമായവർ എന്നിവരുമായി ഇടകലർന്നിരിക്കും. എന്നാൽ ബസ്സുകളിൽ കമ്പനി ലോഗോകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇത്തവണ യുവാക്കൾ മാത്രമായിരുന്നു. എല്ലാവരും ഒരുപോലുള്ള കറുത്ത ഷർട്ടുകൾ ധരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.